അർജുനൻ സംശയം ചോദിക്കുകയാണ്. എന്താണ് സംശയം? ആളുകളെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ജീവിതമാണ് ഓരോരുത്തർക്കും മുന്നിലുള്ളത് എന്ന് പറഞ്ഞു. ഒന്നുകിൽ ലൗകിക ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ യോഗം അഭ്യസിക്കുക, ബ്രഹ്മപ്രാപ്തി നേടുക, ബ്രഹ്മസാക്ഷാത്കാരം നേടുക. അതല്ലെങ്കിൽ ഈ ഭൗതിക തലത്തിൽ ലൗകിക സുഖങ്ങളിൽ മുഴുകി ലൗകിക ജീവിതം ജീവിച്ച് അവസാനം വരെ മുന്നോട്ട്. ഈ രണ്ട് മാർഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒന്ന് നിവൃത്തി മാർഗം, പിന്നൊന്ന് പ്രവൃത്തി മാർഗം എന്നാണ് അതിനെ പറയുന്നത്. അപ്പോ നിവൃത്തി മാർഗത്തില് അതിനെ ആശ്രയിക്കുന്നവർക്ക് മാർഗത്തിൽ നിന്ന് വിട്ടുപോകും. കാരണം ലൗകിക സുഖങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ശ്രേയോമാർഗത്തിലെ അനങ്ങേറ്റത്തെ സുഖം എന്ന് പറയുന്നത് അഭ്യാസം ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ്, അത് പാകപ്പെട്ട് വരുമ്പോഴാണ് ആത്മസുഖം അനുഭവിക്കാൻ സാധിക്കും. അപ്പൊ ഓരോരുത്തരുടെയും കർമ്മവാസന എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് അഭ്യാസത്തിന് മെച്യൂരിറ്റി സംഭവിക്കുക. അപ്പോൾ അതിന്റെ സംശയം ഇതാണ്, ഈ ജന്മത്തില് അഭ്യാസം ചെയ്തു, പക്ഷെ കർമ്മവാസനകളൊന്നും വേണ്ട പോലെ ക്ഷയിച്ചില്ല, ആത്മസുഖം കിട്ടിയിട്ടില്ല. അപ്പൊ ശ്രേയോമാർഗത്തിൽ ഉറപ്പു വന്നിട്ടില്ല, ശ്രേയോമാർഗത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. അപ്പൊ അവർക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് അർജുനൻ ചോദിച്ചത്. അർജുനന്റെ സംശയം അതാണ്. അപ്പൊ ഇനി കൃഷ്ണനോട് പറയാണ്, ഏതായാലും ഈ സത്യാന്വേഷണ മാർഗത്തില് ഞാൻ ഗുരുവായി അംഗീകരിച്ചിരിക്കുന്നത് കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണന്റെ കഴിവ് അർജുനൻ ഇപ്പൊ നല്ലപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് പറയണ, കൃഷ്ണനല്ലാതെ ഈ സംശയത്തിന് നിവൃത്തി വരുത്താൻ വേറെ ആരെയും ഞാൻ കാണില്ല എന്ന് അർജുനൻ തുറന്ന് സമ്മതിക്കും. അടുത്ത ശ്ലോകത്തില് അതാണ് പറയാൻ വന്നത്. 39ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്തിട്ട് ചൊല്ലും. അൺമ്യൂട്ട് ചെയ്യൂ, കേൾക്കണില്ല. ഓരോ പ്രാവശ്യവും അൺമ്യൂട്ട് ചെയ്യണം. ഏതനുമേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷദഃ ത്വദന്യ സംശയസ്യ ചേതാനുഹ്യൂപപദ്യതേ. അർജുനൻ സംശയം ചോദിക്കാം. ഏതന്മേ സംശയം കൃഷ്ണ ചേത്തുമർഹസ്യ ശേഷദഃ ത്വദന്യഃ സംശയസ്യാസ്യ ചേതാന ഹ്യുപപദ്യതേ. കൃഷ്ണ, അല്ലയോ കൃഷ്ണ, കൃഷ്ണനോട് ചോദിക്കണം, എന്റെ ഈ സംശയം പൂർണ്ണമായും മാറ്റിത്തരാൻ അങ്ങ് കടപ്പെട്ടവനാണ് എന്ന് പറയാം. അങ്ങ് അത് തീർത്തു തരണം. കാരണം ഈ സംശയം തീർക്കാനായിട്ട് കഴിയുന്ന വേറെ ആരെയും ഞാൻ കാണുന്നില്ല, വേറെ ആരും ഇല്ല എന്ന് പറയണം. വേറെ ആരുമില്ല, അങ്ങല്ലാതെ വേറെ ആരുമില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ എന്റെ ഈ സംശയം തീർത്തു തരണം എന്ന് പറയാം. ഈ ആത്മാന്വേഷണ പാതയില് അതിലേക്ക് വരുന്നവർക്ക് സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സ്വാഭാവികമായി വന്നു ചേരുന്ന ഒരു സംശയമാണിത്. അത് തീർച്ചയായിട്ടും ഈ സംശയം ഒഴിവാക്കപ്പെടണം എന്ന് പറഞ്ഞു. കാരണം ഗീതയിൽ തന്നെ, ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മാനുഭവം, ബ്രഹ്മനിഷ്ഠ, നിരന്തരമായ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് ചിലപ്പോ പല ജന്മങ്ങൾ കൊണ്ടേ നേടാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അത് ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ജന്മത്തിൽ നമ്മൾ എത്രത്തോളം ആത്മാന്വേഷണം നടത്തി, അഭ്യാസം ചെയ്തു, അങ്ങനെ അഭ്യാസം ചെയ്ത് നേടുന്ന മനസ്സിന്റെ ഒരു പാകതയുണ്ടല്ലോ, അത് അടുത്ത ജന്മത്തില് അത് തുടരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും അടുത്ത ജന്മത്തിൽ ആദ്യം തന്നെ തുടങ്ങേണ്ടി വരും, അല്ലെ? ആദ്യം ഒന്നെന്ന് പറഞ്ഞ് തുടങ്ങേണ്ടി വരും. അങ്ങനെ ആവുന്ന സമയത്ത് ആളുകൾക്ക് ആത്മാന്വേഷണത്തിന് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഈ ജന്മത്തിൽ കുറെ നമ്മൾ ചെയ്തു, പക്ഷെ പൂർത്തിയാക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും നമ്മൾ മരിച്ചുപോയി. അപ്പൊ അടുത്ത ജന്മത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി ആദ്യം തൊട്ടേ തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇത് പൂർണ്ണമാക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊരു സംശയമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആത്മാന്വേഷണത്തിന് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്, ജീവിതത്തില് ആത്മാന്വേഷണം കൂടി കൂട്ടിച്ചേർക്കണം. ജീവിതം കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ വാസനകൾക്കനുസരിച്ച് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അതിന്റെ കൂടെ ആത്മാന്വേഷണം കൂടി കൂട്ടിച്ചേർക്കണം എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. അപ്പൊ അർജുനനോട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അർജുനന്റെ ഈ സംശയത്തിന് വ്യക്തമായ മറുപടി നൽകണം കൃഷ്ണൻ.
അല്ലെ? എന്നാലേ അർജുനന് അതിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. അർജുനന് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണിത്. അപ്പൊ അതിന് കൃഷ്ണൻ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ഇന്ന് മാത്രമല്ല, ഭഗവാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ, 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അർജുനോട് പറഞ്ഞിട്ടുണ്ട്, അർജുന നിനക്കും എനിക്കും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ അതൊന്നും അറിയില്ല, എനിക്ക് എല്ലാം അറിയാം. അപ്പൊ ഭഗവാൻ പറഞ്ഞ എന്താണ്? തന്റെ ജന്മങ്ങൾ എത്രത്തോളം ഉണ്ട്, മറ്റുള്ളവർ എത്രത്തോളം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ പിന്നെ ഭഗവാൻ ഇത് പറയണമല്ലോ, ഇതിന് മറുപടി പറഞ്ഞു കൊടുക്കണമല്ലോ. അതാണ് അർജുനൻ സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, അർജുനൻ ഭഗവാനെ തന്റെ അധ്യാത്മ ഗുരുവായി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ അർജുനന്റെ ഈ സംശയം തീർത്തു കൊടുക്കാൻ ഭഗവാന് കടപ്പാടുണ്ട് എന്ന് പറയും. ഇത് മാത്രമല്ല, തൽക്കാലം ഭഗവാനല്ലാതെ വേറെ ആർക്കും ഈ സംശയം തീർക്കാനുള്ള കഴിവില്ല എന്ന്. അപ്പൊ ഇനി ഭഗവാൻ അതിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. ഭഗവാൻ എന്താണ് മറുപടി പറയുന്നത്? അല്ലെ, ഭഗവാൻ കൊടുക്കുന്ന മറുപടി അർജുനന്റെ സംശയം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ തക്കവണ്ണമുള്ള മറുപടിയാണോ? അതൊക്കെയാണ് ഇനി അടുത്തതിൽ നോക്കാനായിട്ട് പറ്റും. 40-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാൻ വാച. വാർത്താനൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നാഹി കല്യാണകൃത കശ്ചിത് ദുർഗതീം താത ഗച്ഛതി. അടുത്ത ശ്ലോകം പറയുന്നു, പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യതേ നഹി കല്യാണകൃ കശ്ചിത് ദുർഗതീം താത ഗച്ഛതി. അതാണ് ഭഗവാൻ ആദ്യം തന്നെ പറയുന്നതാണ്. പാർത്ഥ, അല്ലയോ അർജുന, ഈ യോഗമാർഗത്തില് പ്രവേശിച്ച് പ്രയത്നം തുടങ്ങിയ ആൾക്ക്, യോഗമാർഗത്തിലേക്ക് വന്നു, ആത്മാന്വേഷണത്തിലേക്ക് വന്നു, എന്നിട്ട് അതിനു വേണ്ടിയുള്ള പ്രയത്നം തുടങ്ങിയ ആൾക്ക് ഒരിക്കലും സാധാരണ ലൗകികരായ ആളുകൾക്ക് വരുന്ന പോലുള്ള ഒരു പതനം ഒരിക്കലും സംഭവിക്കില്ല എന്നത്. സാധാരണ ലൗകിക ജീവിതത്തിൽ മാത്രം മുഴുകിക്കഴിയുന്ന ആളുകൾക്ക് എപ്പോ വേണമെങ്കിലും പതനം സംഭവിക്കാം, വീഴ്ച സംഭവിക്കാം. പക്ഷെ യോഗമാർഗത്തില് കടന്ന് അതിനുവേണ്ടിയുള്ള പ്രയത്നം തുടങ്ങിയ ആൾക്ക് ഒരിക്കലും അധപ്പതനം ഉണ്ടാവില്ല എന്ന് പറയും. ഈ ലോകത്ത് മാത്രമല്ല, പരലോകത്തും വീഴ്ച ഉണ്ടാവില്ല എന്നാണ്. എന്നിട്ട് പറയുകയാണ്, ചിത്തശുദ്ധിയെ ലക്ഷ്യം വെച്ച് മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈശ്വരാർപ്പണമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് കൃഷ്ണൻ. ഒരിക്കലും അയാൾ താഴേക്ക് പോവില്ല. കേട്ടോ എല്ലാവരും? അപ്പൊ ഈ പാതയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് താഴ്ച ഉണ്ടാവില്ല, അധപ്പതനം ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ്. അതാണ് ഭഗവാൻ കൃഷ്ണൻ ഉറപ്പ് പറയും. കല്യാണകൃത് ദുർഗതിന്ന ഗച്ഛതീനം. എന്താണ് ഈ കല്യാണകൃത്? കല്യാണം എന്ന് പറഞ്ഞാൽ ശുഭമംഗളം എന്നൊക്കെ പറയാം. കല്യാണകൃത് എന്ന് പറഞ്ഞാൽ ശുഭകർമ്മം ചെയ്യുന്നവർക്ക്, സത്കർമ്മം ചെയ്യുന്നവർക്ക്. ഇവിടെ സത്കർമ്മം എന്ന് പറഞ്ഞാൽ ആത്മാന്വേഷണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവില്ല, പതനം ഉണ്ടാവില്ല, വീഴ്ച സംഭവിക്കില്ല അവർക്ക് എന്നാണ്. അവര് ക്രമേണ സത്യത്തിനോട് അടുത്തുകൊണ്ടിരിക്കും. അവരവരുടെ ആ പ്രയത്നത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവർ ക്രമത്തിൽ സത്യത്തിനെ സമീപിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. അപ്പൊ ശുഭകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ശുഭകർമ്മം? കല്യാണകർമ്മം, കല്യാണകൃത് എന്ന് പറഞ്ഞു. അത് എങ്ങനെയുള്ളതിനെയാണ് ശുഭകർമ്മം എന്ന് പറയാം? ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ലാതെ, അതുപോലെ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള കർത്തൃത്വം, ഭോക്തൃത്വം, ഈ രണ്ട് ഭാവവും കുറഞ്ഞ് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഏത് കർമ്മവും ശുഭകർമ്മമാണ്. മനസ്സിലായോ? ഏത് കർമ്മവും നമുക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്നു എന്നുള്ള തോന്നലില്ലാതെ, അതുപോലെ ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള തോന്നലില്ലാതെ ഏത് കർമ്മം ചെയ്യുന്നു, ചിത്തമാലിന്യങ്ങൾ അകറ്റാൻ ഏതൊക്കെ കർമ്മങ്ങളാണ് ചെയ്യുന്നത്, അതെല്ലാം ശുഭകർമ്മമാണ് എന്നുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ് സാധിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാരാധനയാണ് എന്ന ഭാവനയിൽ അനുഷ്ഠിക്കണം എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലാണ് അത് ശുഭകർമ്മമായി മാറുള്ളൂ. എന്ത് കർമ്മം ചെയ്യണമെങ്കിലും അത് ഈശ്വരാരാധനയായിട്ട്. എനിക്ക് ഓർമ്മ വരുന്നത്, മുമ്പ് നമ്മളുടെ തന്നെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു ഡിവോട്ടി
അവര് വീട്ടില് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മോളെ കാണാനായിട്ട്. മകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സോ 26 വയസ്സോ ആയി മകൾക്ക്. അപ്പൊ ഈ അമ്മ അധികം പുറത്തെവിടെയും പോവില്ല. അച്ഛൻ കോഴ്സ് ചെയ്തു. അപ്പൊ അച്ഛനാണ് വിളിച്ചത്, വീട്ടിലേക്ക് ഒന്ന് വരൂ, മോളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു വിളിച്ചു. കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോ നിർബന്ധമായിട്ടും പറഞ്ഞു. അപ്പൊ പോയപ്പോ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? അവിടെ അമ്മ വളരെ എന്താണ്, കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നുണ്ട്. ഇത് അവർ ദിവസേന ചെയ്യുന്നതാത്രേ. അപ്പൊ മകളെ കാണിക്കാനായിട്ട് റൂമിലേക്ക് കൊണ്ടുചെന്നു. അപ്പൊ 25 വയസ്സായി മകൾക്ക്. പക്ഷെ ഈ മകള് ഒരു ആറ് വയസ്സൊന്നുമല്ല, ഒരു വളരെ ചെറിയൊരു കുട്ടിയുടെ രൂപത്തിൽ കട്ടിലിൽ കിടക്കുകയാണ്. 26 വർഷമായി അവരത് നോക്കാൻ തുടങ്ങിയിട്ട്. ഈ കുട്ടി സംസാരിക്കില്ല, എഴുന്നേറ്റ് നടക്കില്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ അവര് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു എന്നറിയാമോ? ഇത് ഭഗവാൻ തന്നെ എന്റെ മോളുടെ രൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ പൂജിക്കുന്ന രീതിയിലാണ് ആ കുട്ടിയെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ. ഇത് നമ്മൾക്ക് സാധാരണ ജീവിതത്തിൽ എല്ലാവർക്കും പറ്റുന്നതാണ്. പക്ഷെ നമ്മളത് ആലോചിക്കില്ല പലപ്പോഴും. അപ്പൊ യഥാർത്ഥത്തിൽ അവർക്ക് ഈ ഒരു അനുഭവത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ മകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, മകളെ നോക്കുക എന്നുള്ളത് അവര് വളരെ ഭക്തിപൂർവ്വമാണ് മകളെ കുറിച്ച് പറയുന്നത്. എന്നോട് സംസാരിച്ചു വളരെ ഭക്തിപൂർവ്വം. അവര് ആ അമ്മ കോഴ്സൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് മുഖത്ത് ഒരു വിഷമവും ഇല്ല. അവർ ശരിക്കും ആരാധന എന്നുള്ള രീതിയിലാണ് ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ആ കുഞ്ഞിനെ വിട്ട് അവർക്ക് പുറത്തെവിടെയും പോകാനായിട്ട് പറ്റില്ല. വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും അത് ഈശ്വരാരാധന എന്ന ഭാവനയോടെ അനുഷ്ഠിച്ചാൽ അത് ശുഭകർമ്മമായി മാറും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കർത്തൃഭാവം, ഭോക്തൃഭാവം ഇതൊക്കെ കുറഞ്ഞു വരും തോറും ഉള്ളില് കാമക്രോധ മതമാത്സര്യങ്ങൾ ഇതെല്ലാം നീങ്ങി ഈ ലൗകിക ജീവിതം കുറെ സുഗമമായി തീരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അങ്ങനെ ആ ലൗകിക ജീവിതം നയിക്കുമ്പോൾ ആ സമാധി അനുഭവമോ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമോ ബ്രഹ്മനിഷ്ഠയോ ഒന്നും സാധിച്ചില്ലെങ്കിലും ബുദ്ധിമുട്ട് നിറഞ്ഞ, കഷ്ടപ്പാട് നിറഞ്ഞ ജീവിത പ്രശ്നങ്ങളെ വലിയ എന്താ പറയാ മാനസിക പ്രക്ഷോഭമൊന്നും ഇല്ലാതെ, വികാര വിക്ഷോഭമൊന്നും ഇല്ലാതെ അതിനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു ജീവിത വിജയമാണ് എന്നാണ് പറയുന്നത്. കേട്ടോ എല്ലാവരും? ഇരുന്നോ? അപ്പൊ നമ്മൾക്ക് സമാധി അനുഭവം ഉണ്ടായില്ല എന്ന് വിചാരിക്കാൻ, ആത്മസാക്ഷാത്കാരം ഉണ്ടായില്ല വിചാരിക്കുക. എന്നാലും ജീവിതത്തില് ക്ലേശകരമായ പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളിലൊന്നും നമ്മൾ ഒരു ഭാവഭേദവും ഇല്ലാതെ, ഒരു വികാര പ്രകടനങ്ങളോ വികാര വിക്ഷോഭം ഒന്നുമില്ലാതെ ജീവിതത്തിൽ എല്ലാ ക്ലേശങ്ങൾ നിറഞ്ഞ ആ കഷ്ടപ്പാട് ദിവ്യ പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു ജീവിത വിജയമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ ഈ രീതിയിലാണ് അത് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് തന്നെ അവരുടെ ജീവിതം ഒരു വിജയമാകും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, യോഗമാർഗത്തിലേക്ക് വന്ന ആൾക്ക് ഒരിക്കലും ഈ ലോകത്തില് നാശമുണ്ടാവില്ല, അവർക്ക് പതനമുണ്ടാവില്ല എന്ന്. പക്ഷെ ഇതിന് വിരുദ്ധമായിട്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ, വിരുദ്ധമായിട്ട് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനത്തോട്, എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ഭാവനയില് ഈശ്വരനെ മറന്ന് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ കർമ്മം ചെയ്യുന്ന ആള് ഭൗതിക തലത്തിൽ എത്ര ഉയർന്ന നിലയിലാണെങ്കിലും അവര് നിസ്സാര കാര്യങ്ങളിൽ പോലും അവരുള്ള രാഗദ്വേഷങ്ങൾ ഉണർന്നു വരും, അവരതിൽ പെട്ടുപോകും. ശരിയല്ല? അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഭൗതികതലത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അവര്. പക്ഷെ എന്നാലും ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ കിട്ടിയാൽ മതി, എന്നാലും അവര് എന്താണ് രാഗദ്വേഷങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും എന്നാണ്. അതാണ് അയാളുടെ ജീവിതത്തിലെ നാശം എന്ന് പറയുന്നത്. അതാണ് എന്നാണ് ജീവിത വിനാശം എന്ന് പറയുന്നതാണ്. അപ്പോ ഈ യോഗാനുഷ്ഠാനം, അതിനു വേണ്ടിയുള്ള പ്രയത്നം, അതിനു വേണ്ടിയുള്ള ശ്രമം ഓരോ നിമിഷവും ജീവിതത്തെ എന്താണ് നല്ല മാർഗത്തിലേക്ക്, പ്രകാശത്തിന്റെ ആ മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നേരത്തെ വിരുദ്ധമായ ജീവിതം, യോഗാനുഷ്ഠാനമൊന്നും ഇല്ലാത്ത ജീവിതം ഓരോ നിമിഷവും ഇരുട്ടിന്റെ മാർഗത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്.
അപ്പൊ കല്യാണകൃത്ത് ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല എന്നാണ്. ഇപ്പൊ ശുഭകർമ്മം, കല്യാണകൃത്ത് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? മംഗളകർമ്മം ചെയ്യുന്ന ആള്, ശുഭകർമ്മം ചെയ്യുന്ന ആളുകൾ, കർത്തൃത്വഭാവമോ ഭോക്തൃത്വഭാവമോ ഒന്നുമില്ലാതെ കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരാരാധനായിട്ട് ഈശ്വരപ്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ശുഭകർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ശുഭകർമ്മം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. അപ്പൊ കല്യാണം, കല്യാണകൃത്, കല്യാണം എന്ന് പറഞ്ഞാൽ മംഗളം, ശുഭം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ ഇനി യോഗമാർഗത്തിലേക്ക് വന്ന ആൾക്ക് ഈ ലോകത്തും പരലോകത്തും നാശമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം അതിനെ വിശദീകരിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്, 41 ശ്ലോകം. പ്രാപ്യ പുണ്യകൃതാം ലോക നിഷ്യത്വാ ശാശ്വതീ സമാഹ സുജിനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഒന്നുകൂടി വിശദമാക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നാശമില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ ലോകത്തിലും പരലോകത്തും, ഇഹപരലോകങ്ങളിൽ നാശമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിനൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം അടുത്ത ശ്ലോകത്തിൽ. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതി സമാഹ ശുചീനാം ശ്രീമതാം ഗേഹി യോഗഭ്രഷ്ടോഭിജായതേ. യോഗമാർഗത്തില് പൂർണ്ണമായിട്ട് ആ പൂർണ്ണതയിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ, പൂർണ്ണമായ ഫലസിദ്ധി കിട്ടാതെ ശരീരം ഉപേക്ഷിക്കാൻ ഇടയാവുകയാണെങ്കിൽ, മരിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുക? പുണ്യം ചെയ്തവരുടെ സുഖാനുഭവത്തോടു കൂടിയ സ്വർഗലോകങ്ങളിലൊക്കെ എത്തിച്ചേർന്ന് കുറെ കാലം അവിടെ സുഖിച്ചു കഴിഞ്ഞുകൂടും. അതിനുശേഷം ഭൂമിയിൽ വന്ന് ജനിക്കും. എവിടെ ജനിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഐശ്വര്യം നിറഞ്ഞ ചിത്തശുദ്ധി വന്ന് ഈശ്വരാനുഗ്രഹം നേടിയ ആളുകളുടെ കുടുംബത്തിൽ വന്ന് ജനിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇതിൽ ഇനി പൂർണ്ണമാക്കാൻ പറ്റിയില്ലെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാണ് അവർ പോവുക. എന്താണ് സ്വർഗം എന്നൊക്കെ തുടർന്ന് പറയുന്നുണ്ട്. സ്വർഗത്തിലേക്കാണ് അവർ പോവുക. പിന്നെ പുണ്യം, ആ സ്വർഗം സ്വർഗസുഖം അനുഭവിക്കാനുള്ള പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കും. പക്ഷെ ഭൂമിയിൽ വന്ന് ജനിക്കുമ്പോൾ തന്നെ നല്ല കുടുംബത്തിൽ വന്ന് ജനിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ആളുകളുടെ? ഐശ്വര്യം നിറഞ്ഞ ആളുകളുടെ, ചിത്തശുദ്ധി വന്ന് ഈശ്വരാനുഗ്രഹം ഭഗവത് പ്രസാദം നേടിയവരായ ആളുകളുടെ കുടുംബത്തിൽ വന്ന് ജനിക്കാൻ ഇടവരും എന്നാണ്. അതന്നെ ഒരു നല്ല കാര്യമല്ലേ, നല്ല കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളത്. അതാണ് ശുചീനാം ശ്രീമതാം ഗേഹേ എന്നാണ്. ശ്രീമത്വം അല്ലെ? ശ്രീമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ധനസമ്പത്തുകൾ കൂടിയിരിക്കുക എന്നൊരർത്ഥം പറയാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഭഗവത് കാരുണ്യം എന്ന് മനസ്സിലാക്കണം എന്നാണ്. ഈശ്വരന്റെ കാരുണ്യമുള്ളവരുടെ കുടുംബത്തില് അതാണല്ലോ വേണ്ടത്. ഈശ്വരന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി എല്ലാം ഉണ്ടാവും, വേറെ ഒരു കുറവുകളും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരുടെ കുടുംബത്തിൽ വന്ന് ജനിക്കും എന്നാണ്. അപ്പൊ ഭൂമിയിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് സത്കർമ്മം ചെയ്യുമ്പോൾ പുണ്യം വർദ്ധിക്കും. ആ പുണ്യം അനുഭവിക്കാനാണ് സ്വർഗം തുടങ്ങിയ ലോകങ്ങളിലേക്ക് നമ്മൾ പോവുക മരണത്തിന് ശേഷം. നേരെ മറിച്ച് യോഗമാർഗത്തിലേക്ക് കടക്കാതെ ലൗകിക ജീവിതം മാത്രം നയിക്കുന്നവര്, അവർക്ക് എന്താ സംഭവിക്കുക? അവർ പാപം അനുഭവിക്കാൻ നരകം തുടങ്ങിയ ലോകങ്ങളിലാണ് അവർ എത്തിച്ചേരുക എന്നുള്ളത്. കാരണം അവർ യോഗമാർഗത്തിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ ഭൂമിയില് ഈ അനുഭവങ്ങള് അല്ലെ, വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അനുഭവ മണ്ഡലത്തില് സ്വർഗം നരകം തുടങ്ങിയ സങ്കല്പങ്ങൾ ശാസ്ത്രീയമാണ്. ഇത് അനുഭവ മണ്ഡലത്തിലാണ് സ്വർഗം നരകം എന്ന് പറഞ്ഞു. അല്ലാതെ സ്വർഗം എന്ന് പറഞ്ഞ വേറൊരു ലോകമൊന്നുമില്ല. നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ സ്വർഗീയമായ സുഖം, അനുഭൂതി, ആനന്ദമൊക്കെ നമ്മൾ അനുഭവിക്കാൻ ഇടവരും. അതാണ് അനുഭവത്തിന്റെ തലത്തിലാണ് സ്വർഗം നരകമൊക്കെ പറയും. അപ്പോ സ്വർഗം തുടങ്ങിയ ലോകങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് എത്തിച്ചേരുന്നവർക്ക് അവിടെ അനുഭവമാണ്. സ്വർഗീയ സുഖം അനുഭവമാണ്, അനുഭവം മാത്രമാണ്. അപ്പോൾ അനുഭവിക്കില്ലല്ലോ. അവിടെ നിന്ന് പുതിയ കർമ്മങ്ങളൊന്നും ഉണ്ടാക്കില്ല, പുതിയ വാസനകൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭൂമിയില് പുണ്യകർമ്മം ചെയ്യുന്നവർക്ക് ആ സ്വർഗീയ സുഖം അനുഭവിച്ച് പുണ്യത്തിന്റെ അളവനുസരിച്ച് അവിടെ സ്വർഗത്തിൽ സുഖം അനുഭവിക്കാം, സ്വർഗീയ സുഖം അനുഭവിക്കുക എന്നാണ് പറയുന്നത്. അവര് സഞ്ചയിച്ച പുണ്യകർമ്മത്തിന്റെ അളവനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് പരലോകം എന്ന് പറയുന്നത് യോഗഭ്രഷ്ടന് നഷ്ടമാവില്ല എന്നാണ് പറയുന്നത്. യോഗഭ്രഷ്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? യോഗം പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കാത്തവര്, അതിനു മുമ്പ് മരിച്ചു പോകുന്നവര്. അപ്പൊ അവർക്ക് പരലോകത്ത് നഷ്ടം സംഭവിക്കില്ല.
ഇനി അവിടെ സുഖം അനുഭവിച്ച് ആ പുണ്യം കൂടുതലായി സമ്പാദിച്ചിട്ടുള്ള ആ പുണ്യം തീർന്നു കഴിഞ്ഞാൽ പുണ്യ സംസ്കാരം ഉള്ളിലുണ്ടാവും, അതുമായിട്ട് വീണ്ടും ജനിക്കാനിട വരുന്നു. അപ്പൊ എങ്ങനെയാണ് പുണ്യ സംസ്കാരത്തിന്റെ ഫലമായിട്ട് എങ്ങനെ ജനിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹത്തിന് ഭാഗമാവുന്നു എന്ന് മാത്രമല്ല, ഈശ്വരകാരുണ്യമുള്ള ചിത്തശുദ്ധി വന്ന മഹാത്മാക്കളുടെ കുടുംബത്തിൽ ജനിക്കാനിട വരുന്നു എന്നാണ് പറയുന്നത്. പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ജനിക്കാൻ എന്തിനാണ് അവിടെ ജനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യോഗമാർഗത്തിൽ തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അവിടെ വന്നു ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ അടുത്ത ജന്മത്തിലും ആ വ്യക്തിക്ക് ഇഹലോകത്തില് നല്ല രീതിയിലാണ് വരിക, അത് നേട്ടമായിട്ട് തീരും എന്നാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ ചെയ്യുന്ന ഈ ആത്മാന്വേഷണം അല്ലെങ്കിൽ യോഗാനുഷ്ഠാന കർമ്മങ്ങൾ ഒരിക്കലും നഷ്ടമാവില്ല എന്നാണ്. ഇപ്പൊ കല്യാണകൃത്തിന് ശുഭകർമ്മം ചെയ്യുന്ന ആൾക്ക് ഇഹത്തിലും ഈ ലോകത്തും പരലോകത്തും ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു വരാം. ഇനി യോഗമാർഗത്തില് കുറേയധികം മുന്നോട്ട് പോയി, പക്ഷെ പൂർണ്ണമായിട്ടും ഫലം നേടാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഭ്രംശിച്ചു പോയി, അങ്ങനെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് യോഗിമാരുടെ കുലത്തിൽ തന്നെ ജനിക്കാൻ കഴിയുന്നതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുമ്പോൾ. അല്ലെ, യോഗമാർഗത്തിൽ കുറേയധികം മുന്നോട്ട് പോയി, കുറെ സാധനാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ആത്മാന്വേഷണത്തിൽ വളരെ ദൂരം മുന്നോട്ട് പോയി. പക്ഷെ പൂർണ്ണമായ അനുഭവം, ബ്രഹ്മാനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കും? അവര് പിന്നീട് അടുത്ത ജന്മത്തിൽ യോഗിമാരുടെ കുടുംബത്തിൽ വന്ന് ജനിക്കും എന്നാണ്. യോഗിമാരുള്ള കുടുംബത്തിൽ വന്ന് ജനിക്കും എന്ന് അത് സാധിക്കുന്നതാണ് ഭഗവാൻ പറയും. അതാണ് 42-ാമത്തെ ശ്ലോകത്തിൽ വരും. 42-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതന്തി ദുർലഭത്തരം യോഗേ ജന്മയദീദൃശം. 42-ാമത്തെ ശ്ലോകം. 42-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്യ ദുർലഭതരം ലോകേ ജന്മ യദീദൃശം. അതാണ് പറയുന്നത്. ഇനി യോഗാനുഷ്ഠാനത്തില് വളരെയധികം മുന്നോട്ട് പോയി ഒരാള്, അപ്പോ മുന്നോട്ട് പോയി പക്ഷെ ബ്രഹ്മാനുഭവം ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത ജന്മത്തില് ബ്രഹ്മനിഷ്ഠരായ യോഗിമാരുടെ കുലത്തിൽ ജനിക്കാനിട വരും. അപ്പൊ ഈ ബ്രഹ്മനിഷ്ഠരായ യോഗിമാരുടെ കുലത്തിൽ ജനിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അപൂർവമല്ലേ എന്ന് ചോദിക്കാം. അല്ലെ, ഇപ്പൊ ഗുരുജിയുടെ കുടുംബത്തിലൊക്കെ ജനിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം നല്ലതാണ്. എന്താ പറയാ, അത് അപൂർവമാണ്. യോഗിമാരുടെ കുലത്തിൽ ജന്മം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില് അത് അങ്ങേറ്റം ഏതധ്യ ദുർലഭതരം എന്നാണ് പറയുന്നത്. യോഗിമാരുടെ കുലത്തിൽ ജന്മം ലഭിക്കുക, ജനിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ദുർലഭമാണ്. അപ്പൊ അതെങ്ങനെ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ അത് സാധിക്കണമെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ യോഗ സാധന കുറേയൊക്കെ വ്യക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സാധിക്കും. അപ്പൊ ഈ ജന്മത്തിൽ അത് സാധിച്ചില്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ യോഗ സാധനകള് കുറെയൊക്കെ നല്ലപോലെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ യോഗിമാരുടെ കുലത്തില് ജനിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇനി ബാക്കിയുള്ള യോഗമാർഗം സഞ്ചരിച്ച് തീർക്കാനുള്ള അനുകൂല പരിസ്ഥിതി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം മുതൽ തുടങ്ങേണ്ട ആവശ്യമില്ല, കാരണം യോഗിമാരുടെ കുലത്തിലാണ് വന്ന് ജനിച്ചിരിക്കുന്നത്. അപ്പൊ കുട്ടിക്കാലം തൊട്ട് തന്നെ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അതിനുള്ള അനുകൂലമായ എല്ലാ തരത്തിലുള്ള സാഹചര്യവും അവിടെ വന്നു ചേരും, അനുകൂലമായ പരിസ്ഥിതി വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ആലോചിക്കുമ്പോൾ നമ്മൾ ആ യോഗാനുഷ്ഠാനം അല്ലെങ്കിൽ യോഗബുദ്ധി അതിന്റെ ചെറിയൊരു അംശം പോലും ജീവിതത്തെ വലിയ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നുവെന്ന് മുമ്പ് 2-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഇതിന്റെ ഈ യോഗം ഇതിന്റെ ഒരു അല്പം പോലും കിട്ടിക്കഴിഞ്ഞാൽ ത്രായതേ മഹതോ ഭയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ ഭയത്തിൽ നിന്ന് പോലും രക്ഷിക്കുന്നു എന്നാണ് 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നതാണ്, യോഗമാർഗത്തിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ യോഗമാർഗം കഴിക്കാൻ കഴിയുന്ന ആള് ജീവിതത്തില് അദ്ദേഹത്തിന് എന്നേക്കുമായി അദ്ദേഹത്തിന്റെ ജീവിതം ധന്യമായി തീരും എന്നാണ് പറയുന്നത്. ഒരിക്കലും അത് അധപതനത്തിലേക്ക് വരിക, താഴ്ചയിലേക്ക് ഒരിക്കലും വരില്ല എന്നാണ് പറയുന്നത്.
അപ്പൊ ഇനി ഭഗവത് കാരുണ്യത്തിനൊക്കെ പാത്രമായി ഭഗവത് കാരുണ്യം നേടാൻ സാധിച്ചു. അങ്ങനെ ഭഗവത് കാരുണ്യം നേടി, ഈശ്വരന്റെ കാരുണ്യം നേടി, ഈശ്വരാനുഗ്രഹം നേടി ചിത്തശുദ്ധി വന്ന ആളുകളുടെ കുലത്തിലോ അല്ലെങ്കിൽ യോഗിമാരുടെ കുലത്തിലോ തന്നെ ജനിച്ചാലും അടുത്ത സംശയം ഇങ്ങനെ ഉണ്ടാവാം. അവരുടെ കുലത്തിലാണ് ജനിക്കുന്നതെങ്കിലും ഓരോ ജന്മത്തിലും ഇത് തുടക്കം മുതൽ തന്നെ അഭ്യാസം വേണ്ടി വരുമോ എന്നാണ് സംശയം. അല്ലെ, അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം. തുടക്കം മുതൽ തന്നെ വേണ്ടി വരുമോ? ഇപ്പൊ ഈ ജന്മത്തിൽ കുറെ നമ്മൾ അഭ്യസിച്ചു, കുറെ മുന്നോട്ട് പോയി, പക്ഷെ അനുഭവം നേടാൻ സാധിച്ചില്ല, ബ്രഹ്മാനുഭവം ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല, അതിനിടയ്ക്ക് മരണപ്പെട്ടുപോയി. അപ്പൊ അടുത്ത ജന്മത്തിൽ യോഗിമാരുടെ കുലത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉള്ള ചിത്തശുദ്ധി വന്നവരുടെ കുലത്തിൽ ജനിക്കാനിട വരും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരുടെ കുലത്തിൽ ജനിച്ചാലും യോഗാഭ്യാസം ഇനി തുടക്കം മുതൽ ഈ പ്രാവശ്യം ചെയ്ത പോലെ ആദ്യം മുതൽ തന്നെ ചെയ്യേണ്ടി വരുമോ, അഭ്യസിക്കേണ്ടി വരുമോ എന്നുള്ള സംശയത്തിനാണ് ഭഗവാൻ ഇനി മറുപടി പറയാനായിട്ട് 43-ാമത്തെ ശ്ലോകം ചൊല്ലുക. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യദദേ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരുനന്ദന. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേച്ച തതോ ഭൂയഃ സംസിദ്ധൗ കുരുനന്ദന. കുരുനന്ദന, അല്ലയോ അർജുന, തത്ര അനുനാ പുനർജന്മത്തിൽ, അടുത്ത ജന്മത്തില്, അതിനു മുൻപുള്ള ജന്മത്തിൽ, പൂർവജന്മത്തില് ശരീരത്തിനെ ആശ്രയിച്ച് യോഗസാധനകളെല്ലാം അനുഷ്ഠിച്ച് പാകപ്പെട്ട ഒരു ബുദ്ധി ഉണ്ടാവുമല്ലോ, ആ ബുദ്ധിയുമായിട്ട് ചേർച്ച വന്നു ചേരുന്നു അടുത്ത ജന്മത്തില് എന്നാണത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തില് യോഗസാധനാനുഷ്ഠാനം കൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഒരു ശരീരം ഉണ്ടായിരുന്നു, ആ ശരീരത്തിനെ ആശ്രയിച്ചിട്ടാണ് യോഗസാധനകളെല്ലാം അനുഷ്ഠിച്ചത്. അപ്പൊ അങ്ങനെ യോഗസാധനങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ ഫലമായിട്ട് ബുദ്ധിക്ക് ഒരു പാകതയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ജന്മത്തില് ആ പാകപ്പെട്ട ബുദ്ധിയുമായി ഒരു ചേർച്ച വന്നു ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തില് ബുദ്ധി എത്രത്തോളം മെച്യൂർഡ് ആയിട്ടുണ്ടോ, പാകത വന്നിട്ടുണ്ടോ, അവിടെ നിന്ന് പിന്നെ തുടങ്ങിയാൽ മതി എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് പിന്നെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തതൊന്നും ഒരിക്കലും നഷ്ടമാവില്ല. അപ്പൊ അടുത്ത ജന്മത്തില് മുൻ ജന്മത്തിൽ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് അങ്ങോട്ട് പ്രയത്നം ആരംഭിക്കും, അതിനുള്ള സാഹചര്യം വന്നു ചേരും എന്നാണ് പറയുന്നത്. യഥേച്ഛ തതോ ഭൂയഃ. ഇപ്പൊ മരണം എന്ന് പറഞ്ഞാൽ എന്താ? മരണം എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ അന്ധക്കരണം എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തെ വിട്ടുപോകുന്നതാണ് മരണം. അല്ലെ, അതാണല്ലോ, അന്ധക്കരണമാണ് വിട്ടു, സൂക്ഷ്മ ശരീരമാണ് വിട്ടുപോകുന്നത്. അപ്പോ പുതുതായിട്ട് ഇനി സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടായ സങ്കല്പങ്ങളെ സാധ്യമാക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഫലവത്താക്കാൻ എന്തുകൊണ്ടാണ് മരണം സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരത്തില്, ഈ സൂക്ഷ്മ ശരീരത്തിൽ, ഇപ്പോ ഈ സ്ഥൂല ശരീരത്തില് സൂക്ഷ്മ ശരീരമാണ്. അപ്പൊ ഈ സൂക്ഷ്മ ശരീരത്തില് കുറെ പുതിയ സങ്കല്പങ്ങൾ ഉണ്ടാകും, വാസനകൾ ഉണ്ടാവുന്നത്. അപ്പൊ വാസനകൾക്ക് അനുസരിച്ച് കർമ്മം ചെയ്യാൻ ഇപ്പോഴുള്ള സ്ഥൂല ശരീരത്തിന് സാധിക്കാതാവുമ്പോഴാണ് മരണം സംഭവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ശരീരമുണ്ട്. ഈ ശരീരത്തിൽ എന്തിനാ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കുറച്ച് കർമ്മങ്ങളുണ്ട്, അതിനുള്ള വാസനകളുണ്ട് നമ്മളുടെ ഉള്ളില്. ആ കർമ്മവാസനകൾക്കനുസരിച്ചാണ് ഈ ഒരു ശരീരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ കർമ്മവാസനകൾക്കനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാനേ ഈ ശരീരം കൊണ്ട് പറ്റുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? വ്യക്തമാവുന്നുണ്ടോ? അപ്പൊ ആ കർമ്മവാസനകൾക്കനുസരിച്ചുള്ള കർമ്മങ്ങൾ ഈ ശരീരം കൊണ്ട് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കും. കാരണം ഇപ്പോ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോ സൂക്ഷ്മ ശരീരത്തിൽ പുതിയ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് ചെയ്തു തീർക്കാൻ ഒരുപക്ഷെ ഈ ശരീരം കൊണ്ട് സാധിച്ചുകൊള്ളുന്നില്ല. അപ്പൊ അത് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോഴാണ് മരണം സംഭവിക്കുക. എന്നിട്ട് എന്ത് സംഭവിക്കും? മരിച്ചു കഴിഞ്ഞാൽ ആ മരണസമയത്ത് സൂക്ഷ്മ ശരീരമാണ് പുറത്തേക്ക് പോകുന്നത്. ആ മരണസമയത്ത് സൂക്ഷ്മ ശരീരത്തിൽ എന്തെല്ലാം സങ്കല്പങ്ങൾ, വാസനകൾക്കാണോ ഉറപ്പ് വന്നിരിക്കുന്നത്, ദൃഢത വന്നിരിക്കുന്നത്, ആ സങ്കല്പങ്ങൾ സാധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുതിയൊരു ശരീരം ഉണ്ടാവും, അതിനനുസരിച്ചുള്ള സാഹചര്യത്തിൽ ജനിക്കും. അതാണ് പുനർജന്മം എന്ന് പറയും. പിടികിട്ടിയോ? മനസ്സിലായോ? അതാണ് പുനർജന്മം. അപ്പോ മരണസമയത്ത് മുൻപുണ്ടായിരുന്ന
ശരീരത്തെ ആശ്രയിച്ചിരുന്ന ബുദ്ധി ആ സമയത്ത് എത്രത്തോളം ബുദ്ധിക്ക് പാകത വന്നിട്ടുണ്ടോ ആ പാകതയോടെ തന്നെ അടുത്ത ജന്മത്തിൽ ശരീരത്തിൽ തുടരാൻ ഇടവരും എന്നാണ് പറയുന്നത്. ബോട്ടിൽ മാത്രമേ മാറുന്നുള്ളൂ അല്ലെ? വൈൻ ഓൾഡ് ആണ്. ഓൾഡ് വൈനിന് ന്യൂ ബോട്ടിൽ എന്ന് കേട്ടില്ലേ? അതാണ് പുനർജന്മം. അതാണ് പുനർജന്മം. അപ്പോ മരണസമയത്തുണ്ടായിരുന്ന ആ സങ്കല്പങ്ങളെ സഫലമാക്കാനുള്ള പ്രയത്നം അത് പിന്നീട് വന്ന ശരീരം കൊണ്ട് വീണ്ടും തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സാധനാനുഷ്ഠാനങ്ങൾ യോഗസാധനകളിൽ വ്യക്തമായ ലക്ഷ്യബോധത്തോടെയാണ് യോഗസാധനങ്ങൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ ഇടയ്ക്ക് എങ്ങനെയൊക്കെ ഇതിൽ നിന്ന് വിട്ടുപോയാലും ആ യോഗാനുഷ്ഠാനം എത്രത്തോളം എത്തി നിൽക്കുന്നുണ്ടോ അല്ലെ, അതിനനുസരിച്ചുള്ള പാകതയും ലക്ഷ്യബോധവും ഈ ഒരു നിയമത്തിനനുസരിച്ച് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മ ശരീരത്തിനെ പിന്തുടരും എന്നാണ് പറയുന്നത്. ഇനിയും മനുഷ്യജന്മം ഉണ്ടാവുമോ എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളുടെ ഉള്ളിലുള്ള വാസനകൾക്കനുസരിച്ചാണ്. ഈ ജന്മത്തിൽ നമ്മൾ പുതുതായിട്ട് വാസനകൾ സങ്കല്പങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ചെയ്തു തീർക്കാൻ ഈ ശരീരം കൊണ്ട് പറ്റില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ശരീരം പോകും, അടുത്തൊരു ശരീരത്തിൽ വരണം ആ സങ്കല്പങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് ആ വാസനകളെയൊക്കെ ഇല്ലാതെ പുതിയ വാസനകൾ ഇല്ലാതെയും പഴയ വാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നയിക്കേണ്ടത് എന്ന് പറയാനുള്ള കാരണം. അങ്ങനെ ഒരു ജീവിതം നയിക്കാനാണ് ഗുരുദേവ് നമ്മൾക്ക് ഉപദേശം തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധനാനുഷ്ഠാനം ചെയ്യുന്നു, ധ്യാനം ചെയ്യുന്നു, അതിലൂടെ ജയിച്ചിട്ടുള്ളതൊക്കെ ക്ഷയിച്ചു പോകാൻ തുടങ്ങും. പിന്നെ അതേപോലെ പ്രാരബ്ധ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ പുതിയ വാസനകൾ വരാതെ നോക്കണം, ആഗാമി കർമ്മം ഉണ്ടാവാതെ നോക്കണം. അതിനാണ് നമുക്ക് 5 സൂത്രങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ആ 5 പൂർണ്ണമായും നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ പുതിയ വാസനകൾ ഉണ്ടാവില്ല. 5 പോയിന്റ് ഓർമ്മ വരുന്നുണ്ടോ? പിടികിട്ടിയോ? ഇതൊക്കെ വളരെ 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 ഗംഭീരമായ കാര്യങ്ങളാണ്. അപ്പോ സൂക്ഷ്മ ശരീരത്തെ പിന്തുടരും എന്നാണ് പറയുന്നത്. ഈ ജന്മത്തില് ഈ ശരീരത്തിനുള്ളിലിരുന്ന് ബുദ്ധിക്ക് എത്രത്തോളം പാകത യോഗാനുഷ്ഠാനം ചെയ്യുന്നതിലൂടെ യോഗം അനുഷ്ഠിക്കുന്നതിലൂടെ ബുദ്ധിക്ക് എത്രത്തോളം പാകതയും ലക്ഷ്യബോധവും വന്നിട്ടുണ്ടോ അത് ഈ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ സൂക്ഷ്മ ശരീരത്തോടു കൂടി അത് അങ്ങോട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് അടുത്ത ശരീരത്തിൽ അത് പ്രവേശിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ മരണസമയത്ത് യോഗസങ്കല്പം എന്താണോ ഉള്ളത് അതിനനുസരിച്ചുള്ള പരിതസ്ഥിതിയിൽ അതിന് യോജിക്കുന്ന ഒരു ശരീരത്തിൽ അദ്ദേഹം ജനിക്കാൻ ഇടവരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അടുത്ത ജന്മത്തിൽ ജനിക്കുന്നത്. എന്ന് മാത്രമല്ല, അപ്പൊ ഇപ്പോ എവിടെയാണോ ബുദ്ധിയുടെ പാകത വന്നിരിക്കുന്നത് അതാണ് അടുത്ത ശരീരത്തിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പ്രയത്നം തുടങ്ങിയാൽ മതി എന്നാണ്. അതുകൊണ്ട് ഈ ജന്മത്തില് അനുഷ്ഠിക്കുന്ന യോഗസാധനങ്ങളൊന്നും ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. മനസ്സിലായോ? പേടിക്കുകയേ വേണ്ട. അപ്പൊ നമ്മൾ എത്രത്തോളം ചെയ്ത് മുന്നോട്ട് പോകുന്നോ അതൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടാവും, ഒരിക്കലും നമ്മൾക്ക് നഷ്ടമാവില്ല. അപ്പൊ ഈ സത്യം അറിഞ്ഞ ആൾക്ക് ഈ ഒരു നിയമം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒരു സംശയമില്ല എന്നാണ് പറയുന്നത്. സത്യദർശികൾക്ക് ഈ സത്യത്തെ കുറിച്ച് ആൾക്ക് അവർക്ക് ഇതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. ഇനി ഏതെങ്കിലും കാരണം കൊണ്ട് ഈ യോഗ ബുദ്ധി തുടരാതിരിക്കാൻ ഇടയാകുമോ എന്നൊരു സംശയം വരാം. ഇപ്പൊ ലക്ഷ്യബോധമൊക്കെ വന്നു, അപ്പൊ അങ്ങനെ ഉണ്ടാവല്ലോ. ലക്ഷ്യബോധം വന്നു, ഇതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലായി. ആത്മസാക്ഷാത്കാരം ബ്രഹ്മസാക്ഷാത്കാരമാണെന്ന് മനസ്സിലായി. പക്ഷേ സാധനാനുഷ്ഠാനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ്, അതിന് അവസരം കിട്ടുന്നതിന് മുമ്പ് മരിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ ഇത് കാര്യമൊക്കെ മനസ്സിലായി, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ കാര്യമൊക്കെ മനസ്സിലായി ഒരാൾക്ക്. പക്ഷേ അദ്ദേഹത്തിന് അതിനു വേണ്ടിയുള്ള പ്രയത്നം തുടങ്ങാൻ പറ്റിയില്ല, അല്ലെ? സാധനാനുഷ്ഠാനങ്ങൾ തുടങ്ങാൻ പറ്റിയില്ല. അതിന് അവസരം കിട്ടുന്നതിന് മുമ്പ് ആൾക്ക് മരിക്കേണ്ടതായി വന്നു എന്ന് വിചാരിക്കും. ഇനി അങ്ങനെയുള്ള ആളുടെ ഗതി എന്തായിരിക്കും? അതാണ് ഭഗവാൻ അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആളുടെ ഗതി എന്തായിരിക്കും? അതാണ് 44-ാമത്തെ ശ്ലോകം. ചൊല്ലിക്കൊള്ളു. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹവ്യശ്ചോപി സഹ ജിജ്ഞാസുരഭിയോഗസ്യ
ശബ്ദബ്രഹ്മാദിവർത്തതേ. എന്താണ് പറയുന്നത്? പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദ ബ്രഹ്മാദി വർത്തതേ. അതാണ് ഭഗവാൻ പറയാൻ പോകുന്നത്. അപ്പൊ യോഗഭ്രഷ്ടനായി എന്ന് വിചാരിക്കുക. യോഗഭ്രഷ്ടനായി, കാരണം ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആള് മരണപ്പെട്ടുപോയി. അപ്പൊ എന്താ സംഭവിക്കുക? അദ്ദേഹത്തിന് യോഗാനുഷ്ഠാനം വേണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു സംസ്കാരം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തുടങ്ങി, അല്ലെ? അദ്ദേഹം സത്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്യം എന്താന്നുള്ള ബോധം അദ്ദേഹത്തിന് വന്നു. പക്ഷെ ഇത് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ തുടങ്ങാൻ പറ്റിയില്ല. അപ്പൊ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, യോഗാനുഷ്ഠാനത്തിന്റെ സംസ്കാരവുമായിട്ട് വന്ന് ജനിക്കും, അല്ലെ? അങ്ങനെ ജനിക്കുന്ന ആള് തൽക്കാലത്തേക്ക് പ്രകൃതി ഗുണങ്ങൾ, 3 ഗുണങ്ങൾക്ക് അടിമയായിരിക്കും. പക്ഷെ എന്നാലും കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ആ സംസ്കാരമായ യോഗാനുഷ്ഠാന സംസ്കാരം കൊണ്ട് ആത്മാന്വേഷണത്തിലുള്ള പ്രേരണ ഉള്ളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അല്ലെ? ആളുകള് എന്താണ് കോഴ്സിലേക്ക് വിളിക്കുമ്പോൾ, കോഴ്സ് വന്നു, ചെയ്തു, സുവസനക്രിയ ചെയ്തു പോയി, പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല എന്ന് പറയാറുണ്ട് ചിലർ, അല്ലെ? അവർക്കൊന്നും ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല. അവർ അടുത്ത ജന്മത്തിലാണ് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല അവർ, കാരണം ആ സംസ്കാരമുണ്ട്. ഇത് ചെയ്യാനുള്ളൊരു തോന്നൽ വന്നല്ലോ. അപ്പൊ ആ ഒരു സംസ്കാരം ഉള്ളിൽ ഉണ്ടാവും, അതൊരിക്കലും നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ യോഗാനുഷ്ഠാന സംസ്കാരം കൊണ്ട് ആത്മാന്വേഷണത്തിന് പ്രേരണ ഉണ്ടാവും ഉള്ളില് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജന്മത്തില് എനിക്ക് എന്താണ് മോക്ഷം വേണം, അല്ലെങ്കിൽ ബ്രഹ്മപ്രാപ്തി വേണം, അതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹമെങ്കിലും ഉണ്ടായാൽ മതി. ഈ പ്രപഞ്ചാനുഭവത്തെ കടക്കാൻ ഇടവരും എന്നാണ് ശബ്ദനിഷ്ഠമായ എന്ന് പറയുന്നത്. ശബ്ദ ബ്രഹ്മാദി വർത്തതയെന്ന്, ശബ്ദനിഷ്ഠമായ പ്രപഞ്ചാനുഭവത്തെ കടക്കാൻ ഇടവരും എന്നാണ് പറയുന്നത്. ശബ്ദ ബ്രഹ്മാദി വർത്തത. അപ്പൊ പൂർവജന്മത്തില് പൂർണ്ണമായ മുക്തി ലഭിക്കാതെ, വിഷയമുക്തി ലഭിക്കാതെ മനസ്സ് ചലിക്കുന്നത് കൊണ്ടാണ് യോഗഭ്രഷ്ടനാവുന്നത്. അപ്പൊ അങ്ങനെ യോഗഭ്രഷ്ടൻ വീണ്ടും ജനിക്കാനിട വരുന്നു, കാരണം അവിടെ പൂർണ്ണമായില്ല, മുക്തി പൂർണ്ണമായില്ല. അപ്പൊ ചിലപ്പോ മനസ്സിന്റെ വിഷയങ്ങളോടുള്ള ആഗ്രഹം വളരെ സ്ട്രോങ് ആണെങ്കിൽ പ്രകൃതി ഗുണങ്ങൾക്ക് അടിമയായിട്ട് ജനിക്കേണ്ടി വരും എന്നാണ് ഇവർ അടുത്ത ജന്മത്തിൽ. പക്ഷെ എന്നാലും അങ്ങനെ ജനിക്കുകയാണെങ്കിലും മുമ്പ് സ്വല്പമെങ്കിലും അനുഷ്ഠിച്ചുള്ള യോഗ സാധന സംസ്കാരം അയാളെ സത്യത്തിന് നേർക്ക് തിരിച്ചുവിടും എന്നാണ് വരുന്നത്. തുടർന്നുള്ള പരിശീലനത്തിന് അയാൾക്ക് പ്രേരണ ഉണ്ടാവുമെന്നാണ് ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നതാണ്. അങ്ങനെ ചിന്തിച്ചാൽ പോലും മതി എന്നാണ് പറയുന്നത്. ഈ ജന്മത്തിൽ, അടുത്ത ജന്മത്തിൽ അത് തുടർന്ന് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ പുരാണങ്ങളിലൊക്കെ ഇതിനുള്ള ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പുരാണ ഇതിഹാസങ്ങൾ ഇതിനുള്ള ഉദാഹരണങ്ങൾ ധാരാളം പറയുന്നുണ്ട്. ഇനി യോഗ സാധനയിലൊക്കെ മുഴുകിയിരിക്കുന്ന ഒരാള് ചിലപ്പോ ഏതെങ്കിലും കാരണവശാല് ഇനിയൊരു മൃഗമായിട്ട് ജനിക്കാനിടയായി പോലും, അങ്ങനെ സാധ്യതയുണ്ട്, അല്ലെ? യോഗ സാധനയൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകൾ, തപസ് ചെയ്യുന്ന ആളുകൾക്കും ചിലപ്പോ മൃഗമായിട്ട് ജനിക്കുന്ന സാഹചര്യം വന്നു എന്ന് വരാം അടുത്ത ജന്മത്തില്. അപ്പൊ അങ്ങനെ യോഗ സാധനയിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ ഏതെങ്കിലും കാരണവശാൽ മൃഗമായിട്ട് ജനിക്കാനിടയായാലും ആ യോഗാനുഷ്ഠാനത്തിന്റെ സംസ്കാരം പിന്തുടരും എന്നാണ് പറയുന്നത്. അതിനുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം, അല്ലെ? ഗജേന്ദ്രനെ കുറിച്ച് നമ്മൾ ഗജേന്ദ്ര മോക്ഷമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാണ് ഗജേന്ദ്രൻ? ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവാണ് അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് ആനയായിട്ട് ജനിച്ചതാണ്, ഗജേന്ദ്രനായിട്ട് ജനിച്ചതാണ്. പക്ഷെ അവിടെയും ആനയായിരുന്നപ്പോഴും മുമ്പ് അഭ്യസിച്ചതിന്റെ ആ ഈശ്വര സ്മരണ നഷ്ടമായില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഭരത ചക്രവർത്തിയുടെ കഥ പറയുന്നുണ്ട്, അല്ലെ? അദ്ദേഹം സാധനാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു മാൻകുട്ടിയോട് അങ്ങേയറ്റം എന്താണ് അടുപ്പം വന്നു, അറ്റാച്ച്മെന്റ് വന്നു. അല്ല, അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് യോഗഭ്രംശം സംഭവിച്ചു, മാനായിട്ട് ജനിക്കാനിട വന്നു. പക്ഷെ എന്നാലും ആ മാനിന്റെ ജന്മത്തിലും തുടക്കം മുതൽ തന്നെ ആ ഈശ്വരസ്മരണം നിലനിന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അങ്ങനെയാണ്, അല്ലെ? അങ്ങനെ മഹർഷിമാരുടെ ആ ആശ്രമ പരിസരത്തിന് തന്നെ അതിന് ജീവിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. സ്റ്റക്കായില്ല, ഞാൻ ഔട്ടായി, നെറ്റ് കട്ടായി പോയി. നെറ്റ് കട്ടായി പോയതാ. ആ, ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കാലോ അല്ലെ? എന്റെ ശബ്ദം കേൾക്കാലോ അല്ലെ? കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ?
കേൾക്കാം? ഹലോ, ശബ്ദം കേൾക്കാമോ? റെസ്പോൺസ് ഇല്ല. ജയഗുരു, ഇപ്പൊ ശബ്ദം കേൾക്കണ്ട? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇടയ്ക്ക് വീണ്ടും സ്റ്റക്കായി പോയില്ല. ആ, അതെന്തോ നെറ്റിന് എന്തോ പ്രോബ്ലം വന്നു, അതൊന്നും പെട്ടെന്ന് ആ, കട്ടായി പോയി. ഇപ്പൊ കേൾക്കാലോ അല്ലേ? yes. ഓക്കെ. ആ, അപ്പൊ എന്താണ് പറഞ്ഞ ഇങ്ങനെ നോക്കുമ്പോ അല്ലെ, ആ യോഗാനുഷ്ഠാനത്തിന്റെ എന്താണ് ആ ശക്തി, അതിന്റെ സംസ്കാരം, യോഗാനുഷ്ഠാന സംസ്കാരത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത്ഭുതമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജന്മത്തില് ബ്രഹ്മപ്രാപ്തി, അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമെങ്കിലും ഉണ്ടായാൽ ആ വ്യക്തിക്ക് തുടർന്ന് വരുന്ന ജന്മങ്ങളില് ഈ ദ്വൈത ഭ്രമത്തെ കടക്കാനിട വരും. അല്ലെ, ശബ്ദനിഷ്ഠം മാത്രമായി ദ്വൈത ഭ്രമം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ കടക്കാനിട വരും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേദം എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയണം. പ്രപഞ്ചം എന്നാണത്. പ്രപഞ്ചത്തെ കടക്കാനിട വരും എന്നാണ്, സംസാരത്തെ കടക്കാനിട വരും. അപ്പോ എന്താണ് പ്രപഞ്ചം അല്ലെ, അത് ശബ്ദം ഉൾക്കൊണ്ട് വേർതിരിയണം. വേർതിരിയുന്ന പോലെ അനുഭവപ്പെടുന്ന ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അല്ലെ, അത് വേറെയായിട്ട് തോന്നപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരേ ബ്രഹ്മം തന്നെ പല രൂപങ്ങൾ പ്രകടമാക്കിയപ്പോ അതിന് ഓരോന്നിനും പല പേരുകൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പ്രപഞ്ചാനുഭവം, അതാണ്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്വർണം പല രൂപങ്ങൾ വന്നപ്പോ പേര് മാറി, മാല, വള തുടങ്ങിയ പേര് മാറി. അല്ലെ, അപ്പോ യോഗ ജിജ്ഞാസു, യോഗ സാധനാനുഷ്ഠാനം, അതിനെ താല്പര്യമുള്ള ആള് ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തെ പലതായി കാണിക്കുന്ന ഈ ശബ്ദബ്രഹ്മരൂപത്തിലെ പ്രപഞ്ചാനുഭവത്തെ കടന്നു. അതിനെ അതിവർത്തിച്ച് സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, വസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന അദ്വൈതമായ ആ സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ തോന്നലെങ്കിലും ഉണ്ടായാൽ മതി ഈ ജന്മത്തില് എന്നാണ് പറയുന്നത് ഇതിനോട്. അപ്പൊ ഈ ദ്വൈത ബ്രഹ്മം രണ്ടുണ്ട് എന്നുള്ള ഭ്രമം ശബ്ദം ആണ് എന്നാണ്, ശബ്ദത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്നാണ്. ഇപ്പൊ ബ്രഹ്മാനുഭവം എന്ന് പറഞ്ഞാലോ അദ്വൈതാനുഭവം, ഒന്ന് മാത്രമാണെന്നുള്ള അനുഭവമാണ് ബ്രഹ്മാനുഭവം. അപ്പൊ ഈ യോഗാനുഷ്ഠാന മാർഗത്തില് ഒരടിയെങ്കിലും വെക്കാൻ കഴിഞ്ഞാൽ അയാൾ ധന്യനായി എന്നാണ് പറയുന്നത്. വളരെയധികം മുന്നോട്ട് പോയില്ലെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതും വളരെ വലിയ കാര്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ യോഗാനുഷ്ഠാനത്തില് ഒരിക്കലും അത് പാഴാവില്ല, വ്യർത്ഥമാവില്ല ചെയ്തത് എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആ ബ്രഹ്മാനുഭൂതി അല്ലെങ്കിൽ ബ്രഹ്മാനുഭവം, ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്, ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയുന്നത് പല ജന്മങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക. പക്ഷെ എന്നാൽ അതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല എന്നാണ് തുടർന്ന് വരുന്ന പദ്യത്തിൽ ഭഗവാൻ പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. കണ്ണുകൾ അടച്ചു വെക്കാം. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കുക, കൈകൾ മടിമേൽ മലർത്തിരിക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം, സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ഓം സം സമിദ്ധ്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിദ്ധ്യസേ സനോവശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാന ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ വസ്തുഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി.
ദീർഘമായി ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. ഇനി സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.